പൊന്നാര മക്കളെ, ഞാൻ ചുളിപ്പണിയൊക്കെ കഴിഞ്ഞ് റാത്തില് കജ്ജും കാലും നീട്ടി കുത്തർക്കുമ്പോണ്ട് റോട്ടുമ്മ കൂടിയ നമ്മളെ വളപ്പത്തൊടുവിലെ കൈജും മരക്കളും പേരക്കുട്ടികളൊക്കെ പോണു. ഞാൻ ചോദിച്ചു എവിടക്ക കൈജോ ഇജ് പോണ്ട്. അപ്പൊ ഓള് പറയണ റേഷൻ പീടിക്ക് കജ്ജിന്റെ വിരല് വെക്കണല്ലോ. അപ്പൊ എത്തിനാ പമ്പറന്നുള്ള കജ്ജിന്റെ വിരൽ അവിടെ കൊണ്ടുപോയി വെക്കണ്ടെന്ന് ചോദിച്ചപ്പോ ഓള് പറയണേ അതൊന്നും ഇച്ചറിയില്ല, റേഷൻ പീടിക്കാരൻ ജബ്ബാർ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോണു. കൈജുവിന്റെ മാരുള്ള പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളും. എത്ത ഏതാന്ന് ചോദിച്ചൂല്ല, പറയില്ല, അന്വേഷിക്കൂല. മാപ്പിളാരെത്തിയാൻ ബരി വന്ന് പറഞ്ഞാല് അത് ചെയ്താൽ മതിയാ, എന്നാ അങ്ങനെയാണ് പോയി ചെയ്യലേ, അത്ര തന്നെ ഉള്ളു. അപ്പൊ അതിന്റെ കാര്യം ഞാൻ പോയി ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ഇങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനൊക്കെ ചെയ്തു വന്നപ്പോൾ. അപ്പൊ എത്താണ് റേഷൻ കടി നടക്കേണ്ട നിങ്ങൾക്ക്? മസ്റ്ററിങ് ആണല്ലോ. എത്താപ്പ മസ്റ്ററിങ്? അപ്പൊ പറഞ്ഞു വരണ്ടെത്താച്ചാലേ കാർഡുടമ ജീവിച്ചിരിപ്പുണ്ടോ, ഈ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കൊക്കെ അർഹനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മസ്റ്ററിങ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? പൊന്നാര പടപ്പാള നമുക്ക് ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞ റേഷൻ പീടിത്തെ അരി മാസം കിട്ടണ്ടാണ്. അപ്പൊ ഈ മസ്റ്ററിങ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയണത് 18-ാം തീയതി എന്നാ പറഞ്ഞത്. ചിലപ്പോ 31-ാം തീയതിക്കൊക്കെ മാറ്റും. പിന്നെ അല്ലാഞ്ഞാല് 15, 16, 17 തീയതികളിൽ അതിന്റെ ക്യാമ്പ് വെക്കുന്നുണ്ടെന്നാ പറഞ്ഞിട്ടത്. വാർഡിലേ കൊടും ചൂടാണ്, നോമ്പാണ് വരുന്നത്. ഏതായാലും എത്തൊക്കെ കാട്ടുമെന്ന് തന്നെ അറിയില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാല് ചില പെണ്ണുങ്ങളുണ്ട് വാസി പിടിച്ചുകാണ്ട് ഓരോ വൽക്കന്മാരെ ഓരോരോ നിയമാണ് വരും. എന്താണ് ഞാനത് ചെയ്യൂലെന്നും പറഞ്ഞ് വാസി പിടിച്ച ചില പെണ്ണുങ്ങളുണ്ട്. എന്നാ ഓല് കേട്ടോളി, ഓല റേഷൻ കാർഡ് കരിമ്പട്ടികയിലാണ് ഉൾപ്പെടുത്തും. എത്ര കരിമ്പട്ടിക? പിന്നെ ആ റേഷൻ കാർഡ് പെരന്റെ അകത്ത് ഓട്ടോഗ്രാഫ് വെക്കണമാരാണ് വെച്ചാൽ മതി. റേഷൻ പീടിക്ക് പോകുമ്പോ കല്യാണത്തിന് കജ്ജും വീസി പോണമാര് പോവാൻ നിൽക്കണ്ട. അതിന് റേഷൻ കാർഡ് ആധാർ കാർഡും വേണം. ആ കാർഡിലുള്ള എത്ര ആൾക്കാരുണ്ട് അത്ര ആൾക്കാർ ആധാർ കാർഡും വേണം. പിന്നെ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, ഐറ്റങ്ങളൊക്കെ ഐഡി പോയി എന്നാ പറഞ്ഞേട്ടത്. എന്നാർക്ക് അടയാളപ്പെടുത്തണേന്ന്. അപ്പൊ ഈ ഗൾഫിലുള്ള ഐഡിക്ക് ഒരു തീരുമാനമായിക്കോളും. ചിലവർക്കുണ്ടൊരു സംശയം, പിന്നെ എല്ലാരും കൂടി ഒപ്പം റേഷൻ പീടിക്ക് പോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒഴിവിനനുസരിച്ചൊക്കെ പോയാൽ മതി. എല്ലാവരും ഇപ്പോൾ ഒരേമാതിരി ഒരേ സമയത്ത് കിട്ടണമെന്നില്ലല്ലോ. ചില പെണ്ണുങ്ങളുടെ മാപ്പിളാരെ അങ്ങാടിക്ക് ഇറങ്ങാൻ കത്തുക പോലെ വെയ്ത്തല പോവാന്. അതുകൊണ്ട് ആ ചാൻസ് പാളി പോയിക്കോണു ഞാൻ പറയാൻ നിൽക്കണം. ഈ കിടപ്പിലായ കാടുടമൊക്കെ ഉണ്ടാവും, ഓലൊക്കെ പത്ത കാട്ടാന്ന് ഇങ്ങനെ ആലോചിച്ചേക്കാരല്ലേ. പിന്നെ അതേപോലെ ഈ പോസ്റ്റ് മെഷീനിൽ കൈ വെക്കുമ്പോ കൈ പതിയാത്തത്, അതേമാതിരി വയസ്സന്മാരുടെ കൈ പതിയാത്ത സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ എന്താ ചെയ്യാ? സപ്ലൈ ഓഫീസിൽ ഇൻസ്പെക്ടർമാർ വന്നിക്കാണ്ട് പെരി വന്ന് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടത്. പൊന്നാര പടപ്പാളെ ഓരോ നിയമങ്ങൾ അങ്ങനെ ഉന്തി തള്ളി വരല്ലേ. 1000 സ്ക്വയർ ഫീറ്റിന്റെ മേലുണ്ടെങ്കിൽ അത് വലിയ ആളായി. പിന്നെ 4 ചക്ര വാഹനം, ഗൾഫിലാണെങ്കിൽ അതിലും കട്ട, ഇതൊക്കെ ഇനി നോക്കി നടക്കുന്നുണ്ട്. ഇപ്പോൾ സപ്ലൈ ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിക്കാണ്ട് നോക്കുകയാണല്ലോ. ഒരു പെരിയിൽ 2-3-4 ആമക്കൾ ഉണ്ടാവും, പെരെടുക്കാൻ കജാതെ അങ്ങനെ ഉന്തിത്തള്ളി എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പൊ കിടന്നുറങ്ങാൻ സ്ഥലം വേണ്ട മക്കളെ. അപ്പൊ പെര മേൽക്കണ്ടെടുക്കും. അതാണ് ഇപ്പൊ അവസ്ഥ ഉള്ളത്. പിന്നെ നാട്ടിൽ നിൽക്കാനൊരു പണിയോ കാര്യമോ ഒത്തില്ലാഞ്ഞിട്ടേക്കാരം ഗൾഫിക്ക് പോണ്ട്. എത്തഞ്ഞിപ്പൊക്കെ കാട്ടണു. ഗവൺമെന്റ് ഓരോ നിയമം നടപ്പാക്കല്ലേ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നീങ്ങന്നെ. പെണ്ണുങ്ങളെ പിന്നെ ഫൈന് വരാതെ നോക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടാ. ഒരു കത്ത് ഇപ്പൊ പെരയ്ക്ക് വരുന്നുണ്ട്. എത്തിനാപ്പത്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 1000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ പെരെടുത്തോല്, 4 ചക്ര വാഹനം ഉള്ളത്, പിന്നെ വിദേശത്താണെങ്കിൽ ആ വിദേശം അടയാളപ്പെടുത്താത്ത, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സപ്ലൈ ഓഫീസിൽ പേക്കാണ്ട് ചെയ്താളി, അല്ല ഞാൻ അക്ഷയ സെന്ററിൽ പേക്കാണ്ട് അപേക്ഷ കൊടുത്താളി. ഇത് ചെയ്യാഞ്ഞാല് നിങ്ങൾ അന്ന് തൊട്ടുന്നോളം വാങ്ങി അരി മണ്ണെണ്ണന്റെ കണക്കുതെല്ലാം കൂടി വെച്ചിക്കാണ്ട് ഒരു ഫൈനാണ്ട് ഇടും. ആ ഫൈന് നമ്മൾ സപ്ലൈ ഓഫീസിൽ കൊടുക്കുകയാണെങ്കിൽ ട്രഷറിൽ പേക്കാണ്ട് പൈസ അടക്കല്ലോ, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഏതായാലും എൻ്റെ പെണ്ണുങ്ങളെ റേഷൻ കാർഡിന്റെ കാര്യങ്ങളൊക്കെ കുറേ തീരുമാനമായി. പണ്ടൊക്കെ ആകാശത്ത് കൂടെ പോകും വേണം, ആളെ കാണും വേണം, ആ കൊലത്തിൽ ഇനിയിപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പം അതിനും പറ്റാതായി. അപ്പം ഇതേമാതിരി നുറുങ്ങ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ പോരും മക്കൾ എൻ്റെ ഒപ്പം. അതിന് എൻ്റെ ചാനലുണ്ട് മലപ്പുറം ബുഷ്റ എന്നുള്ളത്, അത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും വിട്ടുകൊടുക്കുക. ഇതൊക്കെ തന്നെ ചെയ്യും.